ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ യൂട്യൂബ് തുറന്ന ഈ പുള്ളിക്കാരത്തിയാണ് തരംഗം, വേറെ ആരുമല്ല, നമ്മൾ കൊല്ലം സുധിച്ചേൻ്റെ ഭാര്യയായ രേണു ചേച്ചി. അപ്പോൾ ആ രേണു ചേച്ചി പറയണത് എന്തെന്ന് വെച്ചാൽ ആ പിള്ളേരെ വളർത്താൻ വേണ്ടിയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. പക്ഷേ ഈ സാധാരണ ഫോട്ടോഷൂട്ട് നടത്തിയെന്നും പറഞ്ഞ് ഒരു 5 പൈസ കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും ബ്രാൻഡിൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലും ഷൂട്ട് നടത്തിയാൽ ഉറപ്പായിട്ടും പൈസ കിട്ടും. പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ചേച്ചിക്ക്. ഈ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മീഡിയക്കാർ ആ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? നമുക്കെല്ലാം ഞാൻ സ്റ്റാർ മാജിക് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. ആ ചേട്ടൻ മരിച്ചപ്പോൾ എനിക്കും ഭയങ്കരമായിട്ടുള്ള വിഷമമായിരുന്നു. കാരണം നല്ലൊരു കലാകാരൻ തന്നെയാണ് നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. പിന്നെ ഈ മീഡിയക്കാരൊന്ന് മനസ്സിലാക്കണം, സുധിച്ചേട്ടൻ്റെ വൈഫ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് കലാകാരന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ നമ്മളെ വിട്ട് പോയിട്ടുമുണ്ട്. അവരുടെ ഭാര്യമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ അവരുടെ പുറകെ ഒന്നും പോകാതെ എന്തുകൊണ്ട് രേണുചേച്ചിയുടെ പുറകെ മാത്രം പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇത്രയും മാത്രം ഇരിക്കണേന്ന്. പിന്നെ ആ ചേച്ചി കുറ്റം പറയുന്നതല്ല, കുറ്റം പറയാൻ എൻ്റെ ചിലവിന് കൊടുക്കാൻ പൈസയൊന്നുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.